ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഗുരുദർശനത്തിന്റെ 9ാമത്തെ ദിവസത്തെ ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പിതാവ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തിലെ വിശുദ്ധ കുർബാന തിരുശരീരവും തിരുരക്തവും എന്ന 6ാം അധ്യായമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഈ അധ്യായത്തിലൂടെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമ്മളോട് കുറേയേറെ ചോദ്യങ്ങളും അതിനുള്ള ധ്യാനാത്മകമായ ഉത്തരവും പങ്കുവയ്ക്കുന്നുണ്ട്. അതായത്, ഒരു കൂദാശയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട് എന്നും, വിശുദ്ധ കുർബാനയിലെ 2 ഭാഗങ്ങൾ ഏതൊക്കെയാകുന്നുവെന്നും, വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നത് എങ്ങനെയാണെന്നും പിതാവ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന അപ്പവും വീഞ്ഞും കർത്താവിന്റെ തിരുരക്തമായി തീരുന്നത് എങ്ങനെയെന്നാണ് നാം മനസ്സിലാക്കാനായിട്ട് പോവുക. പരിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്ന സമയത്ത് പുരോഹിതൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ്: നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഇവിടെ നാം അപ്പവും വീഞ്ഞുമാണ് കാണുന്നതെങ്കിലും അധരങ്ങളിൽ സ്വീകരിക്കുന്നത് യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങൾ ആണ്. ഒരു വിശ്വാസിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമേ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളായി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരു അവിശ്വാസിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇത് വെറും ഒരു അപ്പവും വീഞ്ഞും മാത്രമായി തീരുന്നു. എപ്രകാരമാണ് ഈ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പ്രധാന പുരോഹിതൻ അർപ്പിക്കപ്പെടുന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഓരോ അപ്പവും വീഞ്ഞും വിശുദ്ധ കുർബാനയായി മാറുക. പുരോഹിതന് തിരുപ്പെട്ട ശുശ്രൂഷയിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ അദ്ദേഹം അർപ്പിക്കുന്ന ഓരോ കുർബാനയിലും ഈ പരിശുദ്ധാത്മാവിന്റെ ആവാസം തന്നെയാണ് സംഭവിക്കുക. ഓരോ പുരോഹിതനും ക്രിസ്തുവിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്റെ ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു ക്രിസ്തുവായി മാറുന്ന ഒരു അവസരമാണല്ലോ ഓരോ വിശുദ്ധ കുർബാനയും. ഓരോ പുരോഹിതനും ക്രിസ്തുവിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് തന്റെ ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു ക്രിസ്തുവായി മാറുന്ന ഒരു അവസരമാണല്ലോ ഓരോ പരിശുദ്ധ കുർബാനയിലും നാം അനുഭവിച്ചറിയുക. പരിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയും നമ്മെ ഈ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധനക്രമം അനുസരിച്ചുള്ള വിശുദ്ധ കുർബാനയുടെ വേളയിൽ ശുശ്രൂഷകന്റെ വായനയിൽ നാം ഇപ്രകാരം ശ്രവിക്കുന്നു: ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി പരിശുദ്ധ കുർബാനമേൽ ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. അതിനേക്കാൾ ഉപരി പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ് നമ്മെ കൂടുതൽ ഈ സാന്നിധ്യത്തിലേക്ക് നയിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പിന്റെ സമയത്ത് പരിശുദ്ധ റൂഹ ആവസിച്ച് നമ്മുടെ ദൈവമായ മിശിഹായുടെ തിരുശരീരമാക്കി തീർക്കട്ടെ എന്നും തിരുരക്തമാക്കി തീർക്കട്ടെ എന്നും നാം പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹ അന്ത്യ അത്താഴത്തിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ, ഇതിനെ വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരം ഇതാകുന്നു എന്ന് പട്ടക്കാരനും ചൊല്ലുന്നു. ഇങ്ങനെ വിശുദ്ധ കുർബാനയെ ഏർപ്പെടുത്തിയപ്പോൾ ഈശോ മിശിഹ പ്രവർത്തിച്ചതുപോലെ തന്നെ മിശിഹായുടെ പട്ടക്കാരനിലൂടെ പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ വിശുദ്ധ കുർബാനയിൽ പ്രവർത്തിക്കുന്നു. തിരുസഭയിൽ പരിശുദ്ധാത്മ വരത്താൽ കൈവപ്പ് വഴി വൈദിക പട്ടം ലഭിച്ചിട്ടുള്ള പട്ടക്കാരനല്ലാതെ മറ്റാർക്കും വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതിനോ അപ്പത്തെയും വീഞ്ഞിനെയും വാഴ്ത്തുന്നതിനോ അധികാരമില്ല. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മുടെ വിശ്വാസത്തിന്റെ കാതലാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ കാണുന്ന വെറും അപ്പവും വീഞ്ഞുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൂദാശ രൂപത്തിലുള്ള കൃപയാലുള്ള തിരുശരീരവും തിരുരക്തവുമാണ്. സാധാരണ അപ്പവും വീഞ്ഞും ദൈവത്തിന്റെ ഇടപെടലിലൂടെ ക്രിസ്തുവിന്റെ ജീവനുള്ള സാന്നിധ്യമായി മാറുന്നു. ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ദൈവത്തോടൊപ്പം ദിവ്യ സംസർഗത്തിൽ ആയിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവികമായ ഈ രഹസ്യം മനസ്സിലാക്കി
ഭയഭക്തിയോടും സ്നേഹത്തോടും കൂടി ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.